പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പൊള്ളാച്ചിയിൽ മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. പൊന്മുത്തു നഗറിൽ താമസിക്കുന്ന മലയാളി കുടുംബത്തിലെ പെൺകുട്ടി അശ്വികയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഉദുമൽപേട്ട അണ്ണാനഗർ സ്വദേശി പ്രവീൺ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്, വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനൊക്കെ യുവതികളെ പെട്രോൾ ഒഴിച്ച് കുത്തിക്കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ ഒരു മലയാളി പെൺകുട്ടിക്കാണ് ഈ ഒരു ദുർഗതി ഉണ്ടായത്. എന്താണ് സംഭവിച്ചത് ഷംന? കഴിഞ്ഞ 5 വർഷമായി ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് പ്രവീൺ കുമാറും കുടുംബവും താമസിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് അണ്ണാമലയിലേക്ക്, അതായത് പൊന്മുത്ത് നഗറിലാണ് ഈ പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്നത്. ഇവിടെയായിരുന്നു ഈ പ്രവീൺ കുമാറും കുടുംബവും ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇവർ അണ്ണാമല നഗറിലേക്ക് താമസം മാറുന്നത്. അതിനുശേഷം ഇയാൾ പ്രവീൺ കുമാർ നിരന്തരമായി ഈ പെൺകുട്ടിയെ വിളിക്കാറുണ്ടായിരുന്നു, വിളിച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നു, പ്രണയാഭ്യർത്ഥന നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഈ പെൺകുട്ടി നിരന്തരം നിരസിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഈ സുഹൃത്തുക്കളുമായുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതോടുകൂടിയാണ് പിന്നീട് കഴിഞ്ഞ ദിവസം രാത്രിയും ഈ പെൺകുട്ടിയെ ഇയാൾ പ്രവീൺ കുമാർ വിളിച്ച് ശല്യം ചെയ്യുകയും അതിനുശേഷം ഇന്ന് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് ഇയാൾ അതിക്രമിച്ച് വീട്ടിൽ കയറുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയെ കഴുത്തിലും നെഞ്ചിലും ഉൾപ്പെടെ ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചു. വളരെ ഗുരുതരമായി പരിക്കേറ്റ ഈ യുവതിയെ പിന്നീട് അയൽവാസികളാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നെഞ്ചിലും കഴുത്തിലും ഉൾപ്പെടെ വളരെ ആഴത്തിലുള്ള ഗുരുതരമായ പരിക്കുകളായിരുന്നു, മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പ്രതി സംഭവ സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു. പിന്നീട് ഇയാൾ സ്വമേധയാ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അയൽവാസികൾ ചേർന്ന് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വളരെ ഗുരുതരമായ പരിക്കായതിനാൽ തന്നെ മരണം സംഭവിച്ചു. പ്രകോപനമാണോ കാരണം, അതോ ഇതിനു മുൻപ് ഈ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ഇയാളുടെ ഭാഗത്തുനിന്ന്, പ്രതിയുടെ ഭാഗത്തുനിന്ന് ഈ പെൺകുട്ടിക്ക് നേരെ ഭീഷണിയോ മറ്റോ ഉണ്ടായിരുന്നോ? അത്തരം കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എങ്കിലും കഴിഞ്ഞ 5 വർഷമായി ഈ യുവതിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് ഈ പ്രതി പ്രവീൺ കുമാർ താമസിച്ചിരുന്നത്. അന്ന് മുതൽ തന്നെ പ്രവീൺ കുമാർ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. പിന്നീട് അതിനുശേഷം ഈ യുവാവ് അണ്ണാനഗറിലേക്ക് താമസം മാറിയതിനു ശേഷം നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ് വിവരം. അതിനുശേഷം ഈ യുവതി നിരന്തരം ഈ പ്രണയാഭ്യർത്ഥന നിരസിച്ചിരുന്നു. ഒപ്പം തന്നെ ഇയാളുടെ ശല്യം ഒഴിവാക്കാൻ ഈ പെൺകുട്ടി നിരന്തരം ശ്രമിച്ചിരുന്നു. ഈ പെൺകുട്ടി 2ാം വർഷ BSc വിദ്യാർത്ഥിനിയാണ്, BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി. അങ്ങനെ പഠനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രണയാഭ്യർത്ഥന വരുന്നതൊക്കെ. പക്ഷേ ഈ പെൺകുട്ടി അതിലൊന്നും വകവെക്കാതെ, അതൊന്നും മുഖവിലക്കെടുക്കാതെ പിന്നീട് പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇതൊക്കെ ഇയാളിൽ പ്രകോപനമുണ്ടാക്കിയിരുന്നു. അതായത് ഇയാളെ മനഃപൂർവ്വം ഈ പെൺകുട്ടി ഒഴിവാക്കുന്നു, ഒപ്പം തന്നെ മറ്റ് സുഹൃത്തുക്കളുടെ കൂടെ സമയം ചിലവഴിക്കുന്നു. ഇതൊക്കെ ഈ യുവാവിൽ പ്രകോപനമുണ്ടാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും യുവതി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതിക്ക് പ്രകോപനമുണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത്, അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പെൺകുട്ടിയുടെ അശ്വികയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് ഈ പ്രതി വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി അകത്ത് കയറി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ പ്രതി കയ്യിൽ വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രകോപനമാണെങ്കിലും മറ്റെന്ത് കാരണമാണെങ്കിലും ഒരാളെ കൊലപ്പെടുത്തുക അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലുള്ള ഒരു അത് തന്നെയാണ് ആയിഷത്തുൽ ഷംന പറഞ്ഞതുപോലെ അതൊരു അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു. പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് മലയാളി പെൺകുട്ടിയെ തമിഴ്നാട്ടിൽ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയത്.